രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഏകോപന ചുമതല ശബരിമല ADM ഡോക്ടർ അരുൺ എസ് നായർക്ക് നൽകി. ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷിന് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതലയും നൽകി. ശബരിമലയിൽ പോലീസിന്റെ ചുമതലയുള്ള ADGP A ശ്രീജിത്തിനാണ് സംഗമത്തിന്റെയും സുരക്ഷാ ചുമതല. അതേസമയം പ്രമുഖരെ നേരിൽ ക്ഷണിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദ്. NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നു. ഇണഞ്ഞു നിൽക്കുന്ന സംഘപരിവാർ BJP നേതാക്കളുമായും വരും ദിവസങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഓണമൊക്കെ ഉഷാറായി പോയി എന്നറിഞ്ഞു. തിരുവനന്തപുരത്തേക്കാണല്ലോ, പ്രത്യേകിച്ച് ഓണം. വൈകുന്നേരത്തെ ലൈറ്റും ഉച്ചക്കലത്തെ സദ്യയും പിന്നെ രാവിലെ പപ്പനാവന്റെ പ്രസാദവും ഇതൊക്കെ കൂടി ചേരുമ്പോൾ തിരുവനന്തപുരം കളറാക്കിയിട്ടുണ്ടാവുമല്ലോ TV പ്രസാദ്. അയ്യപ്പ സംഗമവും ആ അർത്ഥത്തിൽ കളറാകുമെന്നാണ് തോന്നുന്നത്. നേരിട്ട് പ്രശാന്ത് പോയി എല്ലാവരെയും കണ്ട് ക്ഷണിക്കുന്നുണ്ട്. വലിയ തർക്കങ്ങൾ ഇക്കാര്യത്തിൽ വേണ്ട. വളരെ നന്നായിട്ടൊരു ക്രമീകരണമാണോ ഇപ്പോൾ ഒരുങ്ങുന്നത് അയ്യപ്പ സംഗമത്തിന്? ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, 10-12 ദിവസം. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ ഓണം ഉഷാറായി അവസാനിച്ചു. തിരുവനന്തപുരംകാർക്ക് ഇപ്പോഴാണ് ഓണം യഥാർത്ഥത്തിൽ തുടങ്ങിയത്. ആ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ അങ്ങിങ്ങായി നടക്കുന്നു. ഇന്നും കൂടി ആ ഡ്രോൺ ഷോ ഉണ്ട്. ഡ്രോൺ ഷോ വലിയ വിജയകരമാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഭയങ്കര രീതിയിലുള്ള ഗതാഗത കുരുക്കാണ്. രാത്രി സമയത്ത് ആളുകൾ വന്നൊഴുകുകയാണ്. കനകക്കുന്നിലേക്കൊക്കെ ആളുകളുടെ പ്രവാഹമാണ്. എല്ലാ ദിവസവും നല്ല വെറൈറ്റിയുള്ള പരിപാടികളുമുണ്ട്. അതാണ് ഓണവിശേഷം. ഇനിയിപ്പോൾ അയ്യപ്പ സംഗമത്തിലേക്ക് വന്നാൽ അരുൺ, എല്ലാ വിവാദങ്ങളും വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ പോലും ദേവസ്വം ബോർഡ് ശക്തമായ നീക്കമാണ് ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിക്കാനുള്ള കാര്യത്തിൽ നടത്തുന്നത്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ നേരിട്ട് പ്രമുഖരെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് സമുദായ നേതാക്കളെ, വെള്ളാപ്പള്ളി നടേശനെ കണ്ടു, സുകുമാരൻ നായരെ കണ്ടു, പ്രധാനപ്പെട്ട ആളുകൾ സുരേഷ് ഗോപിയെ കണ്ടു, അതുപോലെ VD സതീശനെ കണ്ടു. പക്ഷെ കാണാതെ മടങ്ങി, എന്നാലും അവിടെ പോയി കണ്ടു. അങ്ങനെ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും സർക്കാരും CPIM-ഉം ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉദ്ദേശിക്കുന്നത്. കാരണം നേരത്തെ ഉണ്ടായ ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്നുണ്ടായ വലിയ പരിക്ക് അത് മാറ്റാൻ ആഗോള അയ്യപ്പ സംഗമം വിജയിപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇതിൽ സംഘപരിവാരെന്നോ UDF എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ ആളുകളെയും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഈ ഘട്ടം വരെ സർക്കാരിന് വലിയ വിജയം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് എന്ത് ചർച്ച നടന്നാലും അത് സർക്കാരിന് പോസിറ്റീവാണ് എന്ന കാര്യം ഉറപ്പാണ്. കാരണം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഡാമേജ് സർക്കാരിന് ഉണ്ടായതുകൊണ്ട് ചർച്ച എതിരായാലും ചർച്ച അനുകൂലമായാലും എന്തായാലും അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നുണ്ടല്ലോ എന്ന രീതിയിലേക്ക് ചർച്ചയെ കൊണ്ടുവരാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുന്നു എന്നുള്ളതാണ്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നിശ്ചയിച്ചു കഴിഞ്ഞു. ക്രമസമാധാന ചുമതല ADGP S ശ്രീജിത്തിനാണ്. ശ്രീധന്യ സുരേഷാണ് ആ പ്രോഗ്രാമിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ മൊത്തം ഏകോപനം ശബരിമല ADM-ആയ അരുൺ എസ് നായർക്കാണ്. അങ്ങനെ ഓരോ സംഭവങ്ങളായി ചെയ്തു വരുന്നു. വെറും 2 ആഴ്ച പോലും ഇനിയിപ്പോൾ ബാക്കിയില്ല. കൃത്യം പറഞ്ഞാൽ 12 ദിവസം മാത്രമാണ് അകത്ത് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. ഈ 12 ദിവസത്തിനകത്ത് പരമാവധി നന്നായി പരിപാടി നടത്താനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം അരുൺ മറ്റു ഭാഗത്ത്, അതായത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ സമാന്തര അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമം അത് ശരിയായ അയ്യപ്പ സംഗമല്ലെന്നും വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയാണെന്നുള്ള പ്രചാരണമാണ് സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയകരമാവും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു.